ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് പൊടുന്നനെ ഠപ്പെന്നൊരു രാജി, അതായിരുന്നു ജഗ്ദീപ് ധൻഖറിനെ നമ്മൾ കണ്ടത്. എന്തായാലും തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയതോടെ ശശി തരൂരിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുകയാണ് കോൺഗ്രസ്. തരൂർ ഉപരാഷ്ട്രപതി പദവി ലക്ഷ്യമിടുന്നതായി അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. തരൂർ അധികം താമസിയാതെ കോൺഗ്രസ് വിട്ടേക്കുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ആർ റോഷിപാൽ നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് ആർ റോഷിപാൽ. ശശി തരൂരുമായി സംസാരിച്ചോ? എന്താണ് പ്ലാൻ? സുജയ പാർവതി, ശശി തരൂർ ഇപ്പോഴും കോൺഗ്രസ് ആശയത്തിനോട് വിട പറയില്ല എന്ന് തന്നെയാണ് തരൂരുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. തരൂർ അടുത്ത ദിവസം വീണ്ടും കേരളത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. കേരളത്തിൽ വിവിധ പരിപാടികളുണ്ട്. തിരുവനന്തപുരത്തുണ്ട്, കൊച്ചിയിലടക്കം പരിപാടികൾ, കോട്ടയത്ത് പരിപാടികളുണ്ട് ശശി തരൂരിന്. ശശി തരൂർ ഇപ്പോഴും BJP ആശയത്തിലേക്ക് അല്ലെങ്കിൽ RSS അനുകൂല രാഷ്ട്രീയത്തിലേക്ക് പോകില്ല എന്ന് തറപ്പിച്ചും ഉറപ്പിച്ചും പറയുന്നുണ്ട്. പക്ഷേ ഇനി ഏതാണ്ട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാലുള്ള നിലപാട് പറയാൻ പറ്റില്ല എന്നും നേതാക്കൾ പറയുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് കോൺഗ്രസിലെ വിഭാഗീയതയുടെ ഭാഗമായിട്ടാണ് തരൂർ ചില നേതാക്കൾക്കെതിരെയുള്ള പോരാട്ടം നടത്തുന്നത് എന്ന വാദം കൂടി ശശി തരൂരിനെ പിന്തുണയ്ക്കുന്നവർ. പക്ഷേ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയ സാഹചര്യത്തിൽ ശശി തരൂർ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായേക്കും BJPയുടെ എന്ന അഭ്യൂഹം പരന്ന പശ്ചാത്തലത്തിൽ കൂടെയാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ശശി തരൂരിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നത്. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം നിരീക്ഷിക്കുന്നുണ്ട്. കാരണം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ BJP വെല്ലുവിളി ഉയർത്തുന്ന തിരുവനന്തപുരം മണ്ഡലത്തിലെ MP കൂടിയാണ് ശശി തരൂർ. ഏതെങ്കിലും കാരണവശാൽ ശശി തരൂർ കൂടുമാറിയാൽ തിരുവനന്തപുരത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആത്മാഭിമാന പോരാട്ടമായിരിക്കും കളമൊരുക്കുക. അങ്ങനെ ഒരു നീക്കം തരൂരിന്റെ ഭാഗത്ത് ഉണ്ടാകുമോ എന്നതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആശങ്കയോടെ അവർ ഇത് നിരീക്ഷിക്കാൻ കാരണമാകുന്നതും. കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കളോട് ശശി തരൂരിനെ കൂടുതൽ പ്രകോപിപ്പിക്കേണ്ടതില്ല, ആവശ്യമില്ലാതെ ശശി തരൂരിന് മറുപടി പറയരുതെന്ന നിർദ്ദേശം നേരത്തെ ഹൈക്കമാൻഡ് നൽകിയിട്ടുണ്ട്. കാരണം തരൂരിനെതിരെ ഒരു തരത്തിലും നടപടി സ്വീകരിക്കില്ല എന്ന് നേരത്തെ തീരുമാനമുണ്ടായിരുന്നു. കാരണം തരൂരിന് രക്തസാക്ഷി പരിവേഷം നൽകേണ്ടതില്ല എന്ന്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് തരൂരിൻ്റെ വിമർശനങ്ങളെ അതേപടി മറുപടി നൽകേണ്ടതില്ലെന്ന തീരുമാനവും എടുത്തത്. വ്യക്തമാണ്. ആർ റോഷിപാലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. സസ്പെൻസ് ഇങ്ങനെ ഇട്ടിട്ട് മുന്നോട്ട് പോവുകയാണ്. ഉപരാഷ്ട്രപതി പദമാണോ അതോ അതുക്കും മേലെയാണോ ശശി തരൂരിന്റെ ഫ്യൂച്ചർ പ്ലാൻ? അതാണ് അറിയേണ്ടത്. എന്തായാലും ഒരു ലക്ഷ്യം മുന്നിലുണ്ടെന്നത് വ്യക്തമാണ്.